പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി പുതിയ നിയമത്തിലെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 17 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ 17-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17, 18, 19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയെന്നും കർത്താവിൻ്റെ അന്ത്യ പ്രഭാഷണങ്ങളുടെ അവസാനത്തിലുള്ള പ്രാർത്ഥന എന്നുമുള്ള ഭാഗമാണ് 17-ാം അധ്യായത്തെ മുഴുവനായും മറ്റ് വചനഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ വിശകലനം ചെയ്ത് വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് ആ വചനങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം എല്ലാവരും ബൈബിള് കൈകളിലെടുത്ത് 4-ാം സുവിശേഷം അഥവാ യോഹന്നാൻ്റെ സുവിശേഷം തുറന്നെടുക്കുക. അതിൽ 17-ാം അധ്യായത്തിൽ ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്ന 17, 18, 19 വാക്യങ്ങൾ എല്ലാവരും ശ്രദ്ധാപൂർവം എന്നോടൊപ്പം വായിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കട്ടെ. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ച പോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തെ മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും ബൈബിളിലെ മറ്റ് അധ്യായങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഈ ഒരു അധ്യായത്തിൽ ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്നു. യേശു കർത്താവിൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് നാം എല്ലാവരും ഒന്നായിരിക്കണമെന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹത്തെ പ്രകടിപ്പിക്കുകയും അത് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി അർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണങ്ങളുടെ അവസാനമായുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം എന്ന് പറയുക. അതിൽ പ്രത്യേകമായി 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന ടൈറ്റിലിലാണ് 17-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള ഈ ഭാഗങ്ങളെ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ പഠനം സുഗമമാക്കുന്നതിനു വേണ്ടിയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു വചനഭാഗത്തിൻ്റെ 3 വാക്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇപ്രകാരം ഒരു ടൈറ്റിൽ കൊടുത്ത് ഈ 3 വാക്യങ്ങളെ നമ്മൾ വിശദമായി വിശകലനത്തിന്, വ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവരുടെ വിശുദ്ധീകരണമാണ്. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ വിശുദ്ധീകരിക്കപ്പെട്ടവരാകണമെന്നും അവർ വിശുദ്ധിയിൽ ജീവിക്കണമെന്നുമുള്ള യേശു കർത്താവിൻ്റെ ആഗ്രഹത്തിൻ്റെ, താല്പര്യത്തിൻ്റെ പരിണിത ഫലമായി അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, അവരെല്ലാവരും നമ്മിൽ വിശുദ്ധീകരിക്കപ്പെടണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൽ ശിഷ്യന്മാരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ട് ഐക്യത്തോടുകൂടെ ജീവിക്കണമെന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹത്തെയാണ്
അവൻ പ്രകടമാക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്ക് ഈ വചനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ ലോകത്തിലേക്ക് വന്നത് തന്നെ ലോകത്തെ വിശുദ്ധീകരിക്കുവാനാണ്. സാങ്ക്ടിഫിക്കേഷൻ ഈസ് വൺ ഓഫ് ദ മോട്ടോസ് ഓഫ് ദ സേവിയർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുക എന്നുള്ളത് വിശുദ്ധനായവൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്നതിനാൽ കർത്താവിൻ്റെ ഈ ലോക ജീവിതം തന്നെയും മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിൻ്റെ ആരംഭത്തിൽ തന്നെയും മനസ്സിലാക്കിയ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണത്. നമുക്ക് ആ വാക്യത്തെ നമ്മൾ വിശദമായി പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ആ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിലും എഴുതിയിട്ടിട്ടുണ്ട്. ആ വചനം നിങ്ങൾക്ക് നോക്കാം. യോഹന്നാൻ 1-ാം അധ്യായം 29-ാം തിരുവചനം. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത്. ആ വാക്യങ്ങളെ യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ മാന്താന അഥവാ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ വാക്കുകളായി കോട്ട് ചെയ്തിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാണ് ഈശോയെ സ്നാപക യോഹന്നാൻ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. കർത്താവ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനും അയക്കപ്പെട്ടവനുമായ ദൈവപിതാവിൻ്റെ കുഞ്ഞാടാണ്. ആ കുഞ്ഞാടാണ് ബലിയായി അറക്കപ്പെട്ടത്, അർപ്പിക്കപ്പെട്ടത്, ബലിയായി തീർന്നത്. അതുകൊണ്ട് തന്നെയും ദൈവം പരിശുദ്ധനാണ് എന്നുള്ള പഴയ നിയമ പശ്ചാത്തലത്തിലുള്ള പ്രബന്ധങ്ങളെയും പഠനങ്ങളെയും കൃത്യതയോടുകൂടെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷവും അടിവരയിട്ടുറപ്പിക്കുകയാണ്. ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് ദൈവത്തിനുള്ളവരെല്ലാവരും പരിശുദ്ധരായിരിക്കണം എന്നതാണ്. ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധിയോടുകൂടെ വിശുദ്ധിയുള്ളവരായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയും കത്തോലിക്ക തിരുസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നാണ് രാജകീയ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായുള്ള സാങ്ക്ടിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം എന്നുള്ളത്. ദൈവജനത്തെ നയിക്കുക മാത്രമല്ല, മറിച്ച് അവരെ വിശുദ്ധീകരിക്കുക എന്നുള്ളതും ദൈവനാമത്തിൽ പാപങ്ങൾ മോചിക്കുക എന്നുള്ളതും പുരോഹിതൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരെല്ലാം വിശുദ്ധരാകണം, വിശുദ്ധരാണ് എന്നുള്ളതാണ് തിരുസഭയെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് സഭ പരിശുദ്ധയായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് തന്നെ ദൈവത്തിനുള്ളവയൊക്കെയും പരിശുദ്ധമായിരിക്കണം. തിരുസഭയും പരിശുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ കത്തോലിക്ക സഭ എന്നാണ് പറയുക. ഇതൊരു ആലങ്കാരികമായ പ്രയോഗമല്ല കേട്ടോ, മറിച്ച് ഇതാണ് ദൈവികമായ രക്ഷാകര പദ്ധതി. സഭ വിശുദ്ധയാകുന്നത് എപ്പോഴാ, അല്ലെങ്കിൽ എങ്ങനെയാ? സഭ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, സഭാംഗങ്ങളായ വിശ്വാസികളാണ്, വിശ്വാസികളുടെ ആകെയുള്ള തുകയാണ് സഭ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഈ വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന, വചനം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും വിശ്വാസി സമൂഹം മുഴുവനായും ചേരുന്നതാണ് സഭ. അപ്പോൾ ഞാനും നിങ്ങളും വിശുദ്ധരാണെങ്കിലേ തിരുസഭ വിശുദ്ധയാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അല്പം കൂടെ മെച്ചപ്പെട്ട വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള പരിശ്രമം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്രകാരം പ്രസ്യൂം ചെയ്യുകയാ സഭ വിശുദ്ധമാണ് എന്നുള്ളത്. എന്നാൽ പാപത്തിലേക്ക് ചായുന്ന മാനുഷിക പ്രവണത സഭാംഗങ്ങളുടെ വിശുദ്ധിക്ക് കുറവ് വരുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കാർക്കും കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരായതുകൊണ്ടും മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്നു എന്ന കാരണത്താലും നമുക്കൊക്കെ പാപത്തിലേക്കൊരു ചായ്വുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാനുഷികമായ ബലഹീനത എന്നൊക്കെ അതിനെ വിളിക്കാം. പക്ഷേ
ഇത് മാനുഷിക ബലഹീനത കാരണമാണ് ഞാൻ പാപം ചെയ്യുന്നത് എന്ന് ആരും പറയാതിരിക്കട്ടെ. കാരണം എന്താണെന്നറിയാവോ? നമ്മളൊക്കെ വേണമെന്നോർത്ത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പാപങ്ങളായിത്തീരുന്നത്. എപ്പോഴൊക്കെയാണോ തിന്മയ്ക്കു വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നത്, അതുവഴിയായി ഞാനും നിങ്ങളും പാപത്തിലേക്ക് വീഴുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് പാപകരമായ പ്രവണതകളെ ടെംപ്റ്റേഷൻസ് ടു സിൻ എന്ന് നമുക്ക് പറയാം. അവയെ എപ്രകാരമാണ് അതിജീവിക്കേണ്ടത് എന്ന് ഓരോ വിശ്വാസിയും ബോധപൂർവം വിവേകത്തോടെ ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും നമുക്കാർക്കെങ്കിലുമൊക്കെ വിശുദ്ധിയിൽ കുറവുകൾ വന്നാൽ, പാപപ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോയാൽ, തിന്മ ചെയ്തു പോയാൽ, അത് സഭയുടെ മുഴുവൻ വിശുദ്ധിക്ക് കോട്ടമാകുന്നു എന്നുള്ളത് സഹോദരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. സഭാംഗങ്ങളുടെ വിശുദ്ധിയിലുള്ള കുറവ് സഭയുടെ വിശുദ്ധിയിലുള്ള കുറവായി കണക്കാക്കപ്പെടും എന്ന കാര്യം യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് തന്നെയും ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുന്നത് പോലെ സഭയും പരിശുദ്ധയാണ് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധീകരണം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവമാണ് മനുഷ്യരെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രം വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതനുസരിച്ചാണ് വിശുദ്ധീകരണത്തിൻ്റെ ഈ പ്രോസസ്സ്, ഈ പ്രക്രിയ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം പ്രാവർത്തികമാക്കുന്നത്. ഇത് ഏകപക്ഷീയമായി ദൈവം ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് എൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഫലമായി, എൻ്റെ ആഗ്രഹത്തോടൊപ്പമുള്ള എൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദൈവം തന്നെയും ഇടപെടുന്നു, വിശുദ്ധിയിലേക്ക് നമ്മെ എല്ലാവരെയും മാറ്റുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയും മനസ്സിലാക്കുക, ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ ദൈവവചനത്തിന് വലിയ സ്വാധീനമുണ്ട്, പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം, ദൈവത്താൽ നിവേശിതരായ മനുഷ്യവ്യക്തികളിലൂടെ എഴുതപ്പെട്ട ബൈബിൾ എന്ന് നമ്മൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവനിവേശിതം എന്ന് പറഞ്ഞാൽ തന്നെയും വ്യക്തമാണ് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇപ്രകാരം നമുക്ക് ദൈവവചനം ബൈബിൾ എന്ന ഒരു ഗ്രന്ഥമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ തന്നെയും 17-ാം വാക്യം നമ്മൾ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്: സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം എന്നാണ് ഈശോ പറഞ്ഞത്. സത്യത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് അവിടുത്തെ വചനം തന്നെയും പൂർണ്ണമായും സത്യമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറയുമ്പോൾ അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ് 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കർത്താവിന് പ്രിയപ്പെട്ടവരായി, കൂടെയുള്ള വിശ്വാസികളായ എല്ലാവരും, ക്രിസ്തു ശിഷ്യരായ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ് ഈശോയുടെ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ തന്നെയായ, വിശുദ്ധിയുടെ പൂർണ്ണതയായ യേശു കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കാനായി, എൻ്റെ വിശ്വാസികളെ, എൻ്റെ സഭാസമൂഹത്തിലെ പ്രിയപ്പെട്ട എല്ലാവരെയും വിശുദ്ധീകരിക്കാനായി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലേക്കുള്ള വളർച്ച നമുക്ക് നൽകുന്നത് വിശുദ്ധനായവനാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈശോയുടെ ബലിയർപ്പണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്യമായിട്ടാണ് 19-ാമത്തെ വാക്യത്തെ ബൈബിൾ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്, അവർ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കർത്താവ് എങ്ങനെയാണ് തന്നെ തന്നെ വിശുദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ, അവൻ കാൽവരി കുരിശിലെ ബലിയർപ്പണത്തിലൂടെ തന്നെ തന്നെ പൂർണ്ണമായും ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു, വെച്ചുകൊടുത്തു. നമ്മളൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വെച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതെപ്രകാരമാണ് ഞാൻ നിങ്ങളും ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്.
പൂർണ്ണമായ മനസ്സോടെ, പൂർണ്ണമായ ഇഷ്ടത്തോടെ, പൂർണ്ണമായ താല്പര്യത്തോടെ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ സ്വീകരിച്ച ദൈവീക ചൈതന്യത്തിൽ വളർന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന് സഭയുടെ എല്ലാ കൂദാശകളിലൂടെയും വളർച്ച പ്രാപിച്ച് ഞാനും നിങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വെച്ചു കൊടുക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, ഇത് ദൈവീകമായ പ്രവർത്തനത്തോടുള്ള എൻ്റെ സഹകരണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. അതുകൊണ്ട് ശിഷ്യർ വിശുദ്ധീകരിക്കപ്പെടുന്നത് ഈശോയുടെ സ്വയം വിശുദ്ധീകരണത്തിലൂടെയാണ് എന്ന് അവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈശോ കാൽവരി കുരിശിൽ മരിച്ചത് എന്നുള്ളതാണ് ഇവിടെ വിങ്ങിയാർത്ഥം. ചിലർക്ക് ചോദിക്കാറുണ്ട്, അച്ഛാ ഈശോ എന്തിനാ മരിച്ചേ? കാൽവരി കുരിശിൽ ഇത്രമാത്രം പീഡകൾ സഹിച്ചവൻ മരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? പ്രസക്തമാണ് ചോദ്യം, ഇല്ലേ? ദൈവപുത്രൻ്റെ കുരിശുമരണത്തിലൂടെയാണ് ഈ ലോകത്തിന് രക്ഷ ലഭിക്കേണ്ടത് എന്നുള്ളത് ദൈവപിതാവിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലോകത്തിലുള്ള ദൈവവിശ്വാസികളായ എല്ലാവരും വിശുദ്ധനായ ദൈവത്തോടൊപ്പം ആയിരിക്കണമെങ്കിൽ, അവൻ്റെ വിശുദ്ധിയിൽ പങ്കുപറ്റണമെങ്കിൽ അവൻ തന്നെയും വിശുദ്ധനായിരിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുക. അതുകൊണ്ട് തന്നെയും ഈശോയുടെ ശരീരമാകുന്ന അഥവാ ജീവിതമാകുന്ന ബലിയർപ്പണത്തിലൂടെയാണ് വിശുദ്ധി ഈ സഭയ്ക്ക് മുഴുവനായും കർത്താവ് നേടിത്തന്നത്. അതിനെക്കുറിച്ചാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വിശദമായുള്ള പ്രതിപാദനം നടക്കുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ വാക്യം, 10-ാം വാക്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെക്കുറിച്ചുള്ള ഏകദേശ രൂപം നമുക്ക് ലഭിക്കും. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ എഴുതിയിട്ടിരിക്കുന്നത്. ആ വചനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം, ആ ഹിതമനുസരിച്ച് ഈശോ മിശിഹായുടെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവഹിതമനുസരിച്ച് ഈശോയുടെ ശരീരം എന്നേക്കുമായി കാൽവരി കുരിശിൽ ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ അവൻ്റെ സമർപ്പണം വഴിയായിട്ടാണ് കാൽവരി കുരിശിൽ അവൻ തന്നെ വിശുദ്ധീകരിച്ചത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 10-ാം തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. 5 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥതലങ്ങൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനായി സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കാൽവരി കുരിശിലെ മരണം വഴിയായിട്ടാണ് അവൻ മഹത്വീകരിക്കപ്പെട്ടത് എന്നും അതുവഴിയാണ് അവൻ വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലൂടെ വിശ്വാസികളെ എല്ലാവരെയും ആ വിശുദ്ധിയിലേക്ക് അടുപ്പിക്കുന്നത് എന്നുമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ തിരുവചന ഭാഗം എന്ന് തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അതുകൊണ്ട് തന്നെയും യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വ്യാഖ്യാനം അവസാനിപ്പിച്ചത്, നമ്മൾ പഠിച്ച് കഴിഞ്ഞത്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങളാണ് പഠിക്കാനായി തുടങ്ങുന്നത്. അതിനു വേണ്ടിയുള്ള ഒരുക്കമായി ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കുകയും മനസ്സിരുത്തി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണേ. നമുക്ക് ആ വചനം ഒന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവർക്കു വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ യാചിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും, അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അത് കാണാൻ അങ്ങ് എനിക്ക് നൽകിയവരും
ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അങ്ങാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അങ്ങ് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ അന്ത്യപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തെ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. ഈ 26 വാക്യങ്ങളോടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം അവസാനിക്കുകയാണ്. തുടർന്ന് വരുന്ന 18-ാമത്തെ അധ്യായത്തിൽ കർത്താവിനെ ബന്ധനസ്ഥനാക്കുന്നതും അതിനുശേഷം അവനെ പീഠകളിലേക്ക് തള്ളിവിടുന്നതും കുരിശുമരണവും അതോടൊപ്പം ഉയിർപ്പും ഉത്ഥാനവുമാണ് തുടർന്നു വരുന്ന 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുക. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും പ്രാർത്ഥിച്ച് ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന, ഭരമേൽപ്പിക്കുന്ന വചനഭാഗമാണ് 20 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനഭാഗത്തിന് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുക വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ്. ഇവിടെ കർത്താവ് തൻ്റെ വിശ്വാസികളായ കൂടെയുള്ള തൻ്റെ മനുഷ്യർക്ക് വേണ്ടി, ശിഷ്യ സമൂഹമാണ് വിശ്വാസികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും വിധം ഈ വചനഭാഗം, പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടിയും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വേണ്ടിയും കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ടാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഈ വചനഭാഗത്തെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് നമ്മൾ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നത്. ഇത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രിയ കുഞ്ഞെ, നീ ഒരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ ഈശോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ ഒരു വിശ്വാസിയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകും, സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാവോ? ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥത്തിനു ശേഷം അവരുടെ വചനം മൂലം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗത്ത് ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു, അതിനുശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ കർത്താവ് വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളായ എല്ലാവരും കർത്താവിൻ്റെ ഹിതപ്രകാരം ദൈവീകമായ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിക്കണമെന്നുള്ള അവിടുത്തെ ഓർമ്മപ്പെടുത്തൽ നമുക്കെല്ലാവർക്കുമായി കർത്താവ് നൽകുന്നുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തുള്ള ഈ തിരുവചന ഭാഗത്തെക്കുറിച്ച് തൻ്റെ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവരെയും ഈശോ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അനുസ്മരിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കണമെന്നും കർത്താവിനോടൊപ്പം ഒന്നായി തീരേണ്ടവരാണെന്നും ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായി ഞാനും നിങ്ങളും മാറുമ്പോഴാണ് നമ്മൾ സഭാംഗങ്ങളായിത്തീരുന്നത്. കർത്താവിലുള്ള വിശ്വാസമാണ് ദ പ്രീ റെക്വിസിറ്റ് അഥവാ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്രകാരം ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തൽ, ലോകാവസാനം വരെ നിലനിൽക്കുവാനുള്ള തൻ്റെ സഭയോടുള്ള ഈശോയുടെ താല്പര്യമാണ് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ സഭ എങ്ങനെയുള്ള ഒരു സമൂഹമായിരിക്കണമെന്ന് ഈശോ ഈ പ്രാർത്ഥനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും കർത്താവിൻ്റെ മനസ്സിലുള്ള സ്വപ്നം സഭാസമൂഹത്തെക്കുറിച്ച്, വിളിക്കപ്പെട്ടവരെക്കുറിച്ച് എന്താണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുക.
അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളും ഒക്കെയും ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമാണ് ക്രിസ്തുവിൽ ഒന്നായി തീരേണ്ടത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഐക്യം പുലർത്തുന്ന സമൂഹമായിരിക്കണം വിശ്വാസി സമൂഹം അഥവാ സഭാ സമൂഹം എന്ന് ഈ തിരുവചന ഭാഗം നമുക്ക് കൃത്യമായ ബോധ്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, പിതാവുമായി പങ്കിട്ടനുഭവിക്കുന്ന ഐക്യത്തിലും കൂട്ടായ്മയിലും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും പങ്കുചേരണമെന്നുള്ള അവിടുത്തെ തീവ്രമായ ആഗ്രഹമാണ് ഈ പ്രാർത്ഥനയിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയും ഈശോ വിഭാവനം ചെയ്യുന്ന സഭാസമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് ഈ പ്രാർത്ഥനയിൽ കർത്താവ് സൂചിപ്പിക്കുകയാണ്. ഐക്യമാണ് ഇതിൻ്റെ മുഖ്യമായ വിഷയം. പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മയെ എടുത്തു പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ ഐക്യത്തിനു വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് നമ്മെ എല്ലാവരെയും യോജിപ്പിക്കുന്നത്, ഐക്യപ്പെടുത്തുന്നത്. എവിടെ വിഭാഗീയതയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയുക. ഐക്യത്തോടുകൂടെ ജീവിക്കാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ അനുഭവിച്ചറിയാൻ, ഈ വചനത്തിൽ അടിയുറച്ചുകൊണ്ട് വളരാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെയും മനസ്സുകളിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും കാണും വരെയും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ആമേൻ.